ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഏവർക്കും ഫാമിലി കാറ്റഗീസും അവരിലേക്ക് സ്വാഗതം. വീണ്ടും ഒരു ക്രിസ്മസ് കാലത്തിലേക്ക് നമ്മളെല്ലാവരും അടുത്തു വന്നിരിക്കുകയാണ്. ഉടനെ തന്നെ മംഗളവാർത്താക്കാലം ആരംഭിക്കുന്നു. നമ്മളെല്ലാവരും നോമ്പിലേക്കൊക്കെ പ്രവേശിക്കും. ക്രിസ്മസ് നമുക്കെല്ലാവർക്കും ഒത്തിരിയേറെ ഗ്രഹാതുരത്വം ഉണർത്തുന്നൊരു ഓർമ്മയാണ്. നമ്മുടെ നാടും നഗരവും തെരുവീഥികളും നമ്മുടെ ഭവനവും നമ്മുടെ ഹൃദയങ്ങളിലുമെല്ലാം ഒത്തിരിയേറെ സന്തോഷവും അതുപോലെ അലങ്കാരങ്ങളെല്ലാം നമ്മൾ കാണുന്നുണ്ട്. ക്രൈസ്തവരായ നമ്മൾ ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ രണ്ട് കാര്യങ്ങൾ എപ്പോഴും നമ്മുടെ ഓർമ്മയിലുണ്ടാവണം. ഒന്ന്, ഈ ക്രിസ്മസിൻ്റെ കാരണം അല്ലെങ്കിൽ എന്തുകൊണ്ട് നമ്മൾ ക്രിസ്മസ് ആചരിക്കുന്നു. രണ്ടാമത്തേത്, ക്രിസ്മസിന് ആയിട്ടുള്ള ഒരുക്കമാണ്. നമുക്കറിയാം, നമ്മളെല്ലാവരും ജീവിക്കുന്ന കാലഘട്ടത്തിൽ പലപ്പോഴും എല്ലാ മനുഷ്യരും ക്രിസ്മസ് ആഘോഷിക്കുന്നത് ക്രിസ്മസിൻ്റെ യഥാർത്ഥ അർത്ഥം അറിഞ്ഞിട്ടല്ല. ക്രിസ്മസിനെ വെറും ഒരു കാർണിവലായും അല്ലെങ്കിൽ ദീപങ്ങളുടെ ഒരു ഉത്സവമായും അതുമല്ലെങ്കിൽ സാന്റാക്ലോസിൻ്റെ ഒരു വരവൊക്കെ ആയിട്ട് മാത്രം തരം താഴ്ത്തുന്നത്തെ അഗ്രസീവ് സെക്കുലർ കൾച്ചറിൽ അല്ലെങ്കിൽ ആ ഒരു സംസ്കാരത്തിൽ ജീവിക്കുമ്പോൾ ക്രിസ്മസിൻ്റെ യഥാർത്ഥ അർത്ഥം മനസ്സിലാക്കാനും അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും പൊതുജന മധ്യത്തിലൊക്കെ അത് ധൈര്യപൂർവ്വം പറയാനും ഓരോ ക്രൈസ്തവനും സാധിക്കണം. പ്രത്യേകിച്ച് കുട്ടികളായ നമുക്ക് സാധിക്കണം. ക്രിസ്മസ് ഒരു ഓർമ്മപ്പെടുത്തലാണ്. എന്തിൻ്റെ? ദൈവം നമ്മളെ സ്നേഹിച്ചു എന്നതിൻ്റെ. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യം പറയും, തന്നിൽ വിശ്വസിക്കുന്നവരാരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം ദൈവം ഈ ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ദൈവത്തിൻ്റെ ഈ അനന്തമായ അപരിമേയമായ സ്നേഹത്തിൻ്റെ ഓർമ്മപ്പെടുത്തലാണ് ഓരോ ക്രിസ്മസ് ആഘോഷവും എന്ന് നമുക്ക് മറക്കാതിരിക്കാം. 2000 വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യനെ തേടി വന്ന ഈ ദൈവം ചരിത്രത്തിൽ പിറന്നതിൻ്റെ ഓർമ്മയാണ് ക്രിസ്മസ്. അതൊരിക്കലും മറ്റു കാര്യങ്ങൾ, ഒരു ദീപങ്ങളുടെ ഉത്സവമോ അല്ലെങ്കിൽ സാന്റാക്ലോസിൻ്റെ പെരുന്നാളോ ഒന്നുമല്ല. ഈശോയുടെ ജനനത്തിൻ്റെ ഓർമ്മയാണ്. ചരിത്രത്തിൽ ദൈവപുത്രനായ മിശിഹ ജനിച്ചതിൻ്റെ ഓർമ്മയാണ്. രണ്ടാമത്തേത് ഈ ക്രിസ്മസിന് ഒരുക്കമായിട്ടുള്ള കാര്യങ്ങളാണ്. എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ചെയ്യണം എന്നുള്ളതാണ്. നമുക്കറിയാം, ബാഹ്യമായിട്ട് നമ്മൾ ഒത്തിരിയേറെ കാര്യങ്ങൾ ചെയ്യും. അതുപോലെ തന്നെ ആത്മീയമായിട്ട് നോമ്പെടുത്ത് പ്രാർത്ഥിച്ചൊരുങ്ങുന്ന നല്ല പതിവ് നമ്മുടെ പൂർവികർക്കുണ്ടായിരുന്നു. അത് ഒത്തിരിയേറെ പഴക്കം ചെന്നൊരു പാരമ്പര്യമാണ്. നമ്മുടെ നാടും നഗരവും എല്ലാം നമ്മൾ ഒരുക്കുന്നത് പോലെ തന്നെ നമ്മുടെ ആന്തരികമായ ഒരു ഒരുക്കം അല്ലെങ്കിൽ നമ്മുടെ ഹൃദയങ്ങളെ നമ്മൾ ഒരുക്കുന്നു. അതിന് 25 നോമ്പെടുത്ത് പ്രാർത്ഥിക്കുന്ന നല്ല പതിവ് നമുക്കുണ്ട്. ആ പതിവും അഭംഗുരം തുടരാം. പലപ്പോഴും നമ്മൾ ബാഹ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും അങ്ങനെ വ്യാപൃതരായിട്ട് ഈ ഒരു ആത്മീയ ഒരുക്കത്തിൻ്റെ കാര്യം മറന്നുപോകും. അവിടെ നമുക്ക് തെറ്റ് സംഭവിക്കാതിരിക്കാൻ അല്ലെങ്കിൽ നമ്മളത് മറന്നു പോകാതിരിക്കാനായിട്ട് നമ്മൾ ഓർക്കുകയും നമ്മുടെ കുട്ടികളെയൊക്കെ അത് പഠിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, ഈ ക്രിസ്മസ് നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഒരു രൂപാന്തരീകരണ അനുഭവമായിട്ട് മാറാൻ ഈ കാര്യങ്ങൾ എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. ഒന്നാമത്തേത്, ക്രിസ്മസിൻ്റെ യഥാർത്ഥ അർത്ഥം മിശിഹായെ ലോകത്തിന് ലഭിച്ചതിൻ്റെ ഓർമ്മയാണെന്നുള്ള കാര്യം അതെപ്പോഴും നമ്മുടെ ഹൃദയത്തിലുണ്ടായിരിക്കട്ടെ. ഓരോ ആഘോഷങ്ങളിലും അതുണ്ടായിരിക്കട്ടെ. മറ്റുള്ളവരോട് അത് ധൈര്യപൂർവ്വം പറയാൻ സാധിക്കട്ടെ. അതുപോലെ തന്നെ നോമ്പെടുത്ത് ആത്മീയമായി ഒരുങ്ങി ക്രിസ്മസ് ആഘോഷിക്കാൻ നമുക്ക് സാധിക്കട്ടെ. ഈശോ അനുഗ്രഹിക്കട്ടെ.